നമസ്കാരം സാർ. നമസ്കാരം. നമ്മളൊരു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സാറിനെ കണ്ടുമുട്ടുന്നതിൻ്റെ സന്തോഷമാണ് എനിക്ക്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജീവിതം ആവശ്യത്തിലേറെ ഏകാന്തതയിലേക്കും മൗനത്തിലേക്കും പോയി കഴിഞ്ഞിട്ട് വല്ലപ്പോഴുമൊക്കെ ഭേദിക്കപ്പെടുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു അഗ്നിസ്ഫുലിംഗങ്ങളുണ്ട്. അത് കൊള്ളേണ്ടടുത്തൊക്കെ കൃത്യമായി കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സാറിനോട് അത്തരം ചില സ്ഫുലിംഗങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം, മലയാള സിനിമയെ തകർക്കുന്നത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. മലയാള സിനിമയെ തകർക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് അത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണ്. നമുക്ക് മമ്മൂട്ടിയിൽ നിന്ന് തുടങ്ങാം സാർ. മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ, ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാറിനെ ഇന്ത്യയിലെ പേര് കേട്ട ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേശീയ തലത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ മമ്മൂട്ടിയോടൊപ്പമുള്ള മമ്മൂട്ടി എന്ന നടനെക്കുറിച്ചുള്ള സാറിൻ്റെ അനുഭവം എന്താണ്? മമ്മൂട്ടി വാസ്തവത്തിൽ ഞാൻ വൈക്കത്ത് ചെമ്പിലാണ് എൻ്റെ നാട്. സ്വന്തം നാട്ടുകാരനാണ്. സ്വന്തം നാട്ടിലൊരു 7-8 വീടിൻ്റെ അപ്പുറത്താണ്. മമ്മൂട്ടി സിനിമയിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ എനിക്ക് മമ്മൂട്ടി അറിയാം. കാരണം ഞങ്ങൾ കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. അവിടെ മമ്മൂട്ടി വരും. മമ്മൂട്ടി ഇപ്പോഴും അവരിപ്പോൾ അമേരിക്കയിലാണ്. മമ്മൂട്ടി അമേരിക്കയിൽ പോകുമ്പോൾ അവർക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെ വരുന്ന മമ്മൂട്ടിയുടെ ഞാൻ പോകുന്ന അവിടുത്തെ ആ അമ്മച്ചിയുടെ മകൻ ഒരു LLM പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി പുള്ളിയുടെ ജൂനിയറാണ്, LLB പഠിക്കുകയാണ്. മറ്റേ പുള്ളി ഇപ്പം അമേരിക്കയിലെ ഈ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു നേതാവൊക്കെയാണ്. ഡെമോക്രാറ്റ് പാർട്ടി നേതാവൊക്കെയാണ്. അപ്പം മമ്മൂട്ടി അവിടെ വന്നിരിക്കും, വീഡിയോയൊക്കെ വലിച്ചുകൊണ്ടിരിക്കും, ചെറിയ പാട്ടൊക്കെ അല്ലി അമ്പൽക്കടവിൽ പാട്ടൊക്കെ പാടുന്നു. നല്ലോണം അറിയാം സാർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ 95-ലാണ് ഇത് ഞാൻ ഈ പറഞ്ഞത് 72, 73 അല്ല 74 ആ സമയത്തൊക്കെ ആയിരിക്കണം കേട്ടോ. 95-ലാണ് ഞങ്ങൾക്ക് സ്റ്റാർഡസ്റ്റ് കേരള സ്പ്ലിറ്റ് തുടങ്ങുന്നു. അപ്പോൾ ഞാൻ മാഗ്നയിലുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് മമ്മൂട്ടിയെ കാണാൻ പോകുന്നത് ഒരു പ്രാവശ്യം. അക്കാലത്ത് സാറ് മാഗ്നയിലുണ്ട്? അക്കാലത്ത് മാഗ്നയിലുണ്ട്. 80-ലല്ല, 95 ഞാൻ ജോയിൻ ചെയ്തു. അന്ന് 72, 74 കാലഘട്ടത്തിൽ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് മമ്മൂട്ടിയെ ആദ്യം കാണുന്നത്. മമ്മൂട്ടിയെ കാണുന്ന ക്രിസ്ത്യൻ വീട്ടിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഈ എന്താണ് 95-ലാണ് ഈ സ്റ്റാർഡസ്റ്റ് കേരള എഡിഷൻ തുടങ്ങി. അപ്പം മമ്മൂട്ടി സ്നേഹധീരൻ നമ്പർ 10 ബാംഗ്ലൂർ നോർത്ത് അങ്ങനത്തെ ഒരു ആ സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ഇടക്കൊച്ചിയിൽ നടക്കും. അപ്പോൾ ഞാൻ ഓവർ ദ ഫോൺ, നമ്മളെപ്പോഴും ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് അവർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേ പോവുള്ളൂ. ഞാൻ അല്ലാതെ ചെന്ന് ഇൻ്റർവ്യൂ ആരെയും ഞാൻ എടുത്തിട്ടില്ല. കാരണം അവർക്ക് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ട എനിക്ക് ടൈം വേണം. ഐ ഡു ഹോംവർക്ക്, ഐ പ്രിപ്പയർ മൈ ക്വസ്റ്റ്യൻസ്, ഐ മീറ്റ് ദം അറ്റ് ദെയർ കൺവീനിയൻസ് അറ്റ് ദ പോയിൻ്റ് ടൈം. അങ്ങനെയാണ്. അപ്പം പുള്ളി വരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിവിടെ എത്തിയിട്ട് തലേദിവസം എത്തിയിട്ടുണ്ട്. അപ്പം നാളെ ഇടക്കൊച്ചിയിൽ ഇന്ന സ്ഥലത്താണ്, രാവിലെ 9:30 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ആസ് യൂഷ്വൽ ഞാൻ 9 മണിക്ക് തന്നെ എത്തി. ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആക്കാറില്ല. കാരണം ലോകത്ത് നമ്മളൊരു ജനാധിപത്യ രീതിയിൽ നിങ്ങൾ വേറൊരാളെ റെസ്പെക്ട് ചെയ്യണത് അയാളുടെ ടൈമിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. അല്ലാതെ വരുമ്പോൾ എണീക്കണം കാര്യമൊന്നും അല്ല. വി ആർ ഈക്വൽസ്, യു റെസ്പെക്ട് ദ ടൈം ഓഫ് അതർ. ഞാൻ ചെന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ ആ സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണ്. സത്യനന്ദിക്കാട് ഞാൻ പോയി ചോദിക്കുന്നു, ഇങ്ങനെ മമ്മൂട്ടി ഇൻ്റർവ്യൂ എടുക്കും. അതിനെന്താ എടുത്തത്? അതിനെന്താ എന്നോട് ചോദിക്കണം? ഞാൻ പറഞ്ഞത് താങ്കളാണ് ഡയറക്ടർ, അതുകൊണ്ട് ഐ നീഡ് യുവർ പെർമിഷൻ. ആയിക്കോട്ടെ. അപ്പം ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഞാൻ ഡയറക്ടർ പെർമിഷൻ, എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ അവൻ്റെ പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മളല്ല, അത് താങ്കളുടെ സ്റ്റാൻഡ്, എൻ്റെ സ്റ്റാൻഡ് അതല്ല. ഹി ഈസ് ദ ഡയറക്ടർ, ഹി കൺട്രോൾസ് ദ സെറ്റ്. അപ്പോൾ എനിക്ക് പുള്ളിയുടെ പെർമിഷൻ. അപ്പം നിങ്ങൾ എന്തൊക്കെ എഴുതി ഞാൻ ഇതാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഈ അമ്മയുടെ ആദ്യത്തെ മീറ്റിംഗ്. അമ്മയുടെ 2-3 ദിവസം ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു. അപ്പം ഞാനത് റിപ്പോർട്ട് ചെയ്തപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ അമ്മയുടെ സംഘടന വരുമ്പം ഈ നടീനടന്മാരുടെ ഒരു സംഘടനയായിട്ട് വരുമ്പോൾ അവിടെയും ഈ മമ്മൂട്ടി, മോഹൻലാലും, സുരേഷ് ഗോപിയൊക്കെ നിൽക്കുന്നത്. അവിടെയും ഇവരിതിങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫസ്റ്റ് തോന്നുന്നു. മാത്രമല്ല യാതൊരു ജനാധിപത്യ വാല്യൂ ഇല്ലായിരുന്നു. കാരണം ശകലം ലേറ്റായിട്ട് വന്നാൽ ഉടനെ അവർ പണിഷ് ചെയ്യിക്കുന്നു ഇവർ. അതായത് ഈ രുദ്ര എന്ന് പറയുന്ന നടി, മണിച്ചിത്രത്താഴിലൊക്കെ രുദ്രയും ശോഭനയും 2 പേരും ലേറ്റായിട്ടാണ് വരുന്നത്. ഇപ്പോൾ രുദ്രയെടുത്ത് തിരിച്ചു പൊക്കോളാൻ പറയുന്നു. അമ്മയുടെ ഫസ്റ്റ് ആദ്യത്തെ അമ്മയുടെ ഒരു ഷോ നടത്തുന്ന ഫസ്റ്റ്, അതിന് മുമ്പ് 3-4 ദിവസം ട്രെയിനിങ് കൊണ്ട് ഷി വാസ് ആസ്ക്ഡ് ടു ലീവ് ദ പ്ലേസ്. ശോഭനെ സീനിയറാണ്, ശോഭന എടുത്തുകൊണ്ട് മാപ്പ് പറയിക്കുന്നു.
അപ്പോൾ ശോഭന മാപ്പ് പറയുന്നത് എഴുതാനായിട്ട് ഞാനിങ്ങനെ കുറിച്ചെടുക്കാൻ പോയപ്പോൾ അന്ന് ഈ മറ്റേ എന്താണ് ഒന്നുണ്ട് ഫിലിം ഡയറക്ടേഴ്സ് സീൻ അവരൊക്കെ വന്നു അതൊന്നും എഴുതാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഇത് എഴുതിയില്ലെങ്കിൽ ഞാൻ പത്രക്കാരനല്ല എന്ന് പറഞ്ഞു. ശോഭനയെ കൊണ്ട് മാപ്പ് പറയാം. ഞാനത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ജനാധിപത്യ ബോധം തീരെ ഇല്ലാത്തൊരു സംഘടന ഉണ്ടായിരിക്കണം കേരളത്തിൽ, അങ്ങനെ പറഞ്ഞാണ് ഞാൻ എഴുതിയത് ആദ്യത്തെ റിപ്പോർട്ട്. അതിനകത്തൊരു ജനാധിപത്യമില്ല. ഈ 3-4 പേരുടെ ഇങ്ങനെ ഈ കാഴ്ചയാണ് നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇരിക്കുന്നു, ഒന്നും പറയാനില്ല അവർക്കൊക്കെ. ഇവർ മാത്രം ഇങ്ങനെ 2-3 വോയിസ്ലെസ് ആണ് മഹാഭൂരിപക്ഷം. അവർക്ക് റോളില്ല. ഇവരെ കുറിച്ചാണ് ഡ്രാമ, പഴശ്ശിര എന്തൊക്കെയോ ഇവരാണ് വരുന്നതും പോണതല്ല. അപ്പോൾ അതൊക്കെ ഞാൻ മമ്മൂട്ടിയെ കാണിച്ചു. പിന്നെ അമ്മയെക്കുറിച്ച് എഴുതിയാണ് പുള്ളന അവിടെ വെയിറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്തു. ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 3 മണിക്ക് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട് അവിടെ കടക്കൊച്ചി തന്നെ, വേറൊരാളെ ഇൻ്റർവ്യൂ. അങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഇടയ്ക്ക് ഒതിരിക്കൽ പറയും വർക്കാണ് കേട്ടോ നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞ പുള്ളി ഒരു ഉച്ചയൊക്കെ ആയപ്പം എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചു ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആഹാരം കഴിക്കാനല്ല കണ്ടത്. അത് കണ്ടില്ലേ എൻ്റെ വർക്കാണ്. ഞാൻ താങ്കളുടെ വർക്ക് കാണാനല്ല വന്നത്, ഷൂട്ടിംഗ് കാണാനല്ല വന്നത്. ഞാൻ എൻ്റെ പണി ചെയ്യാം. താങ്കളുടെ ഇഷ്ടമുള്ള സമയത്ത് താങ്കൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നു എൻ്റെ പണി ചെയ്യാം. അല്ല ഇത് വർക്ക് ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഉറച്ച് പുള്ളി ഇങ്ങനെ കുറേ ഒരു 2:30 മണിയൊക്കെ ആവും. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞു നമുക്ക് 2:30 മണി കഴിയുമ്പോൾ നമുക്ക് പോകണം, മറ്റേയുള്ള 3 മണിക്ക് നമുക്ക് കാണണ്ടാണ്. ഇത് നടക്കാൻ തോന്നുന്നില്ല. എന്നാൽ പുള്ളി അവിടെ നിന്ന് ഉറച്ചിങ്ങനെ വിളിച്ച് പറഞ്ഞു ബോംബെയിൽ നിന്ന് 2-3 പേരൊന്ന് എന്നെ കണ്ട് വെയിറ്റ് ചെയ്യാൻ ഇരിപ്പുണ്ട്, ഞാൻ അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ഞാൻ അത്രയും ഉറച്ച് പറഞ്ഞു ഈ മാഗസിൻ ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്യണമാണ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്നത്. അപ്പോൾ ബോംബെയിൽ നിന്ന് വന്ന 2-3 പേരെ പുള്ളി ഈ മണിക്കൂർ കണക്കിന് വെയിറ്റ് ഇരുത്തിക്കുന്നു എന്ന് ഈ സെറ്റിനെ ബോധ്യപ്പെടുത്തിയാണ് പുള്ളി. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നുള്ളതാണ് പുള്ളി എടുത്ത് ഫോൺ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബോംബെയിൽ നിന്ന് പണ്ട് കണ്ട ഓർമ്മ ഉണ്ടായിരുന്നില്ലേ മമ്മൂട്ടി? അല്ല ആ പുള്ളിക്ക് ഓർമ്മയുണ്ടാകാൻ വഴിയില്ല, ഒരിക്കലും വഴിയില്ല കേട്ടോ, അത് ഒരിക്കലും വഴിയില്ല. ആ പുള്ളി വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ ഫോട്ടോ ഇവിടെ എടുക്കാൻ നോക്കില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ ചോദിച്ചാൽ അന്ന് തലേ ദിവസം മഴ പെയ്തിട്ട് രാവിലെ മഴ പെയ്തിട്ട് നല്ല പിക്ചറസ്ക്കാണ്, ഒരുപാട് ചെടികളൊക്കെ നല്ല ക്ലീനാണ്. ഇവിടെ പടം എടുക്കാൻ നോക്കില്ല, എൻ്റെ പടം ഇവിടെ വേറെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സ്റ്റുഡിയോസ്. അപ്പം ഞാൻ സ്റ്റുഡിയോയോ ഇവിടെ വേറെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോഗ്രാഫർ ചോദിച്ചപ്പോൾ ഒരു 10,000 രൂപയെങ്കിലും ആകുമ്പോൾ 95 ഒരു ഫോട്ടോ എടുക്കുക. അപ്പം ഞാൻ ഓക്കെ അത് വിട്ടു കഴിഞ്ഞിട്ട് പുള്ളി ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. കണ്ടില്ല ഇങ്ങനെ എനിക്ക് കുറേ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു ആക്ച്വലി ഐ കെയിം ഹിയർ നിങ്ങളുടെ തിരക്ക് കാണാനല്ല, സത്യം ഞാൻ അതിനല്ല വന്നത്. പുള്ളി എന്നിരുന്നു ഒരു ചാര് കസേര ഇങ്ങനെ ഈസ്റ്റർ കയറി കിടന്നിട്ട് മറ്റുള്ളവർ ഞാൻ കുറച്ച് നേരം എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ വരച്ചു എൻ്റെ അടുത്ത് അത് ചോദിക്കല് ഇത് ചോദിക്കല് മറ്റേ ചോദിക്കല് ഇങ്ങനെ കുറേ ഡോൺസ്. അപ്പം ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫർ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അതിന് ശേഷം പുള്ളി ഇങ്ങനെ ശരി അപ്പോൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ ഡിക്റ്റാഫോണാണ്, അത് പുള്ളിയുടെ വായതോടെ കൊണ്ട് ചോദിച്ചു ക്ലോസ് ചെയ്തു. മിസ്റ്റർ മമ്മൂട്ടി യുവർ ഇൻ്റർവ്യൂ ഈസ് ഓവർ. നിങ്ങൾ കണ്ടില്ലേ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഞാനിത് കാണാനല്ല മിസ്റ്റർ മമ്മൂട്ടി വന്നത്, എനിക്കിത് കാണാൻ താല്പര്യമില്ല, ഷൂട്ടിംഗ് കാണാൻ എനിക്കെന്താ താല്പര്യം, അല്ല എനിക്ക് ഇൻ്റർവ്യൂ വേണ്ട. ഫിലിം മാഗസിന് ഞാനെയൊക്കെ നിങ്ങളുടെ കവറുണ്ടെങ്കിൽ വിൽക്കുകയുള്ളൂ. ആൻഡ് ഫോർ സ്റ്റാർഡസ്റ്റ് ജസ്റ്റ് റിമെമ്പർ യു ആർ ഇൻസിഗ്നിഫിക്കൻറ്റ് നത്തിങ്, ഐ ഡോണ്ട് നീഡ് യുവർ ഇൻ്റർവ്യൂ. പുള്ളി അതിന് പിന്നെ ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ഉണ്ടായിരുന്നു എനിക്ക് അൽബൂക്കർക്ക്. പുള്ളി അവർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് മദ്രാസിലെ സ്റ്റാർഡസ്റ്റ് കറസ്പോണ്ടൻ്റ് പുള്ളിയുടെ ഫ്രണ്ടാണ്. പുള്ളി വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരാൾ ഞാൻ കുറച്ച് മുഷിയേണ്ടി വന്നു, അപ്പം ഞാൻ അവിടെ വരുമ്പോൾ നീ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇൻഗ്രിഡിനോട് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ ഇൻഗ്രിഡ് പറഞ്ഞു അല്ല അത് നായർ എന്തെങ്കിലും പ്രശ്നങ്ങളായപ്പോൾ നായർക്ക് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നായർ എടുത്താൽ മതി എന്ന് മലയാളത്തിലല്ലേ നായർ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വെച്ചാൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് 1 വർഷം ആയിട്ടില്ല, മാഗിനെ ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആയിട്ടില്ല 94 ഞാൻ 94 ജൂണിലായിട്ടാണ് ഞാൻ ഇത് 95-ലാണ് 1 വർഷം ആയിട്ടില്ല. അപ്പം ഞാൻ വരും നമ്മളൊരു ഇനിഷ്യൽ പ്രൊബേഷൻ പീരീഡൊക്കെയാണ്, ചിലപ്പോൾ ഇവർ നമ്മളെ സാക്ക് ചെയ്യുമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ മാസത്തെ എഡിറ്റോറിയൽ ഒരു പീസ് അവർ പുറയിലെഴുതും ലാസ്റ്റ് പേജ്. അതിൽ അവരിങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പറയും ദർ ഈസ് സംതിങ് ഫണ്ടമെൻ്റലി റോങ് വിത്ത് മലയാളീസ് and Nair would have us believe that he is more important than Mammootty. Exactly. Then yes, for Stardust he is. എനിക്ക് അത് തന്നൊരു മൊറൽ ബൂസ്റ്റ് നമുക്ക് ചെറുതല്ല. ഞാൻ പിന്നെ സ്റ്റാർഡസ്റ്റ് തീർന്നവരെ ഞാൻ മമ്മൂട്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടേ ഇല്ല. മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂ ഇല്ലാതെ മമ്മൂട്ടിയുടെ സ്റ്റോറി ഇല്ലാതെ തന്നെ സ്റ്റാർഡസ്റ്റ് ചെയ്തത്.
കാരണം നമ്മളൊരാളെ അയാളൊരു തൊഴിൽ ചെയ്യണം, ഞാനും ഒരു തൊഴിൽ ചെയ്യണം, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാകും. വേണം തീർച്ചയായും. അല്ലാതെ ഇയാളും ഇയാളൊരു മഹാനടനാണെന്നോ ഇയാൾ വലിയ നടനാണെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. ഹീസ് എ ഷോ മാൻ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മമ്മൂട്ടിയുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി നടന്നു വരുന്നതും മമ്മൂട്ടി വാ തുറന്ന് സംസാരിക്കണം. മലയാളം ഇസ് ഓപ്പൺ മൗത്ത് ലാംഗ്വേജാണ് മലയാളം. അതേസമയം ഇംഗ്ലീഷ് ആ ഭാഷകളൊക്കെ ക്ലോസ്ഡ് മൗത്താണ്. മമ്മൂട്ടി നിങ്ങൾ ഇംഗ്ലീഷ് നടന്മാരെ കണ്ട അവർ ഷോൾഡർ ഇട്ടാണ് കൂടുതൽ അഭിനയിക്കണൊക്കെ. ഷോൾഡർ ഒക്കെ മമ്മൂട്ടി അതാണ് ഇമിറ്റേറ്റ് ചെയ്ത് ഷോൾഡർ ഇട്ട് കാണിക്കുക, വായടച്ചുകൂടി സംസാരിക്കുക. എൻ്റെ കാഴ്ചപ്പാടിൽ മമ്മൂട്ടി ഇപ്പോഴും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഓരോന്ന് ഇതാണ് നല്ലത്, ഇതാണ് പഴയ സിനിമയെ ഇതോട്ട് നോക്കിയോ, കൂടെവിടെ എടുത്ത് നോക്കിയോ നിങ്ങൾ. കൂടെവിടെയൊക്കെ മമ്മൂട്ടി കുറേ കഴിഞ്ഞിട്ടുള്ളതാണ്. വായൊക്കെ തുറന്ന് അതൊക്കെ മാറി. അപ്പം മമ്മൂട്ടിയുടെ അതാണോ നാച്ചുറൽ, ഇതാണോ നാച്ചുറൽ, ഐ ഡോണ്ട് നോ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഹീസ് എ ഗ്രേറ്റ് ആക്ടർ. ഐ ഡോണ്ട് തിങ്ക്. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അത് നേരത്തെ ആ സംഭവമായിട്ടൊന്നും ഒരു ബന്ധമുള്ള അല്ല, എൻ്റെ പേഴ്സണൽ റീഡിംഗ്. കാരണം നമ്മുടെ ജെനുവിൻ ക്വാളിറ്റി അത് കൂടെ ഭംഗിയായിട്ട് വരുന്നിടത്താണ് അയാളുടെ ക്വാളിറ്റി. ഇപ്പോൾ കൊടിയേറ്റം ഗോപിയുടെ ആദ്യത്തെ പടം നമ്മൾ സ്വയംവരത്തിലൊരു ചെറിയൊരു ഷോട്ടുണ്ട്. കൊടിയേറ്റത്തിലെ ഗോപിയുടെ റിഫൈൻഡാണ് നമ്മൾ പിന്നെ കാണുന്നത്. അല്ല വേറൊരു ഗോപിയെ നമ്മൾ കാണുന്നില്ല. വേറൊരു കാരണം അവിടെ ടാലന്റ് അവിടെയാണ് അങ്ങനെയാണ് വരുന്നത്. ഈ സ്റ്റാർഡസ്റ്റ് വിട്ടതിന് ശേഷമുള്ള കാലത്ത് മമ്മൂട്ടിയെ നിരീക്ഷിക്കുമ്പോഴുള്ള നിലപാടുകളാണ് സാർ പറഞ്ഞത്, സാറിൻ്റെ നിരീക്ഷണങ്ങളാണ്. അതാണ്